പൾസ് എടുക്കാൻ വേണ്ടിയിട്ട് ഗോൾഡ് സൂക്ക് പോകുന്നു. അതിൻ്റെ മുമ്പ് നമുക്ക് ഡെന്റൽ ക്ലിനിക്കിൽ ഒരു അപ്പോയിൻമെന്റ് ഉണ്ട്. ഡെന്റൽ ക്ലിനിക്കിൽ പോയിട്ട് പല്ലൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് നമ്മൾ ഇവിടെ പോകുന്നു. ബത്തേയിൽ ഗോൾഡ് സൂക്കിലോട്ട് പോകുന്നു. ഓക്കെ, ഡെന്റൽ ക്ലിനിക്കിൽ വന്നതാ. ഒരു ഒത്തയും മോളും ഒരു ഹെർപ്പിയും കണ്ട്. ഡെന്റൽ ക്ലിനിക്ക് ഇടിച്ച് മരിച്ചു. ഡെന്റൽ ക്ലിനിക്കിന് സൈഡിൽ ഒരു ഒത്തയും മോളും ഒരു ഹെർപ്പി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതാന്ന് വിചാരിച്ചിട്ട് അയാൾ ലൊക്കേഷൻ എത്തി പറഞ്ഞ് ഞങ്ങൾ അവിടെ ഇറങ്ങി. അവിടുന്ന് 15 മിനിറ്റ് ഇനിയും നടക്കാനുണ്ട്. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. എങ്ങോട്ടാ പോകേണ്ടതൊന്നും അറിയത്തില്ല, ലൊക്കേഷൻ നോക്കാനും അറിയത്തില്ല, ഇവിടുത്തെ ബസ് കയറാനും അറിയത്തില്ല, ഭാഷ അറിയത്തില്ല. നടക്കുന്നുണ്ട്, എത്തുമായിരിക്കും എന്നുള്ള വിശ്വാസം. ഈ വഴി നടക്കുന്നത്. എത്ര മിനിറ്റ് കാണിക്കണ്ടേ? ഇനിയും 14 മിനിറ്റ് നമ്മൾ നടക്കണം. നടന്നിട്ട് ഒരു 100 മീറ്റർ വരും കൂടി കുറയുന്നില്ല. കാണിച്ച ആ സെയിം കിലോമീറ്റർ തന്നെ ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നു. 1 കിലോമീറ്റർ കഴിയുമ്പോഴേക്ക് ദാരുണാന്ത്യം. പക്ഷെ നല്ല ഭംഗിയുണ്ട്. ഇന്നേ വരെ കണ്ടിട്ടില്ല ഈ സ്ഥലങ്ങൾ. ഒരു വിശ്വാസം ഇന്നേ വരെ ഈ ഗൂഗിൾ പല എടി ഈ ബാങ്കൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടെടി. ഇത് പലയിടത്തും ഉണ്ട് ബാങ്ക്. ഈ ബാങ്കിന്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മള് പൈസ എടുക്കുന്ന ബാങ്ക്. ഇപ്പൊ എനിക്ക് ഒന്നെങ്കിൽ വണ്ടി അടിച്ച് ചാവും, അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ബത്തേ പോകണം. ബത്തേ പോയിട്ട് ഗോൾഡ് എടുക്കാനുണ്ട്. അപ്പം ഞാൻ ഗോൾഡ് സൂക്കിന് കുറച്ച് സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. അയാൾക്ക് ലൊക്കേഷൻ നോക്കാൻ അറിയാത്ത പൊട്ടൻ നമ്മളെ വന്ന് വണ്ടി കയറ്റി പറഞ്ഞിട്ടൊരു കാര്യമില്ല. നിങ്ങളെയാണ് പറയേണ്ടത്. അവൻ ഇറങ്ങിക്കോളാൻ പറഞ്ഞപ്പോ ഇറങ്ങുകയും ചെയ്ത് രണ്ടുപേരും. അല്ല, അപ്പൊ പിന്നെ എക്സ്ട്രാ പൈസ കൊടുക്കണ്ടേ? 15 റിയാൽ കൊടുത്ത് ഇവിടെ വരേണ്ട പൈസക്ക് 50 റിയാൽ കൊടുത്ത്. ട്രാഫിക് നമ്മള് പ്രശ്നം. നമ്മള് ഫൈനലി 700 മീറ്റർ കാണിക്കുന്നുണ്ട്. അതിന് ആ ഡെന്റൽ ക്ലിനിക്ക് തന്നെ ആണോ അതൊക്കെ അത് ഗൂഗിളിൽ എടി ഇങ്ങനത്തെ കടകൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനത്തെ സാധനം കണ്ടിട്ടില്ല. എടി നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അറിയാൻ പാടില്ല. ഞങ്ങൾ പൊട്ടു ഗൈസ്. നേരത്തെ 700. വിശപ്പുണ്ട്. രാവിലെ ഒന്ന് ഫുഡൊന്നും കഴിച്ചില്ല. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു ഞാൻ ഉറങ്ങി കിടക്കായിരുന്നു. നിങ്ങൾ പോയി പല്ലൊക്കെ ശരിയാക്കിട്ട് ഞങ്ങള് വീട് നിർത്തിട്ട് പോവേ. പിന്നെ ആരെങ്കിലും വന്ന് വണ്ടി കയറി പോകേണ്ടി വരും. കടഞ്ചു വെക്കി ആശുപത്രി പോകണം നമുക്ക്. അയ്യോ കൈ കടയുന്നു. എടി ഇങ്ങനത്തെ സ്ഥലം അടി. പക്ഷെ ഓപ്പോസിറ്റ് സമയം കണ്ടിട്ടില്ല. എത്തുമായിരിക്കും. നമ്മള് 3 മണിക്ക് റൂമിൽ നിന്ന് ഇറങ്ങിയതാ. 3 മണിക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തത്. അത് കഴിഞ്ഞ് 5:30 വണ്ടിയിൽ കയറിയപ്പോ ഭയങ്കര ട്രാഫിക് ആയിരുന്നു. ട്രാഫിക് ഓൾമോസ്റ്റ് നിന്ന സ്ഥലത്ത് ഞങ്ങൾ ഒരു 1.5 മണിക്കൂറോളം നിന്ന്. ഹോസ്റ്റലിന്റെ ഡോറിന്റെ അവിടെ തന്നെ കുറെ സമയം നിന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഫൈനലി നമ്മൾ എത്തിയെന്നൊക്കെ വിചാരിച്ചിറങ്ങിയപ്പോ അതുമല്ല സ്ഥലം. ഇപ്പൊ ഇങ്ങനെ നടക്കുക. വോയിസ് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നൊന്നും അറിയില്ല. നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ എത്തുമായിരിക്കും. ഇപ്പൊ സമയം 5:30 ആയി. 2.5 മണിക്കൂർ. ഓൾമോസ്റ്റ് 2.5 hours. എന്നിട്ടും എത്തിയിട്ടില്ല. അതാണ് നല്ല ഭംഗിയുണ്ട്. സ്കൈ ഒക്കെ കാണാൻ. നടന്നോണ്ടെന്ന് നമ്മളിതൊക്കെ കണ്ടില്ല. അല്ലേ നമ്മൾ കാണുമോ? റൂമിലല്ലേ ഉണ്ടാവാറ്. അല്ലെങ്കിൽ റൂമിൽ ഉറങ്ങുന്നത് തിന്നുന്നു. അങ്ങനെ നമ്മൾ എത്തി. അവസാനം നടന്ന് എത്ര മിനിറ്റ് ആയി നമ്മൾ നടക്കാൻ? 15 മിനിറ്റ്. 15 കൂടുതലായി. 20 മിനിറ്റോളം നടന്നിട്ട് നമ്മുടെ സ്ഥലത്തെത്തി. പിന്നെ നടന്നിട്ടുണ്ട്. ഇതാ അതവിടെ കുറെ കാലം ഇവിടെ വരുന്നു കേട്ടോ. എന്നിട്ട് സ്റ്റിൽ അറിയത്തില്ല.
കണ്ട് കണ്ട് കണ്ടുമുട്ടിയ നമ്മള്. ഞാൻ മറ്റേ മഞ്ഞാൽ ഇവിടുത്തെ കൊടും തണുപ്പാ പോലും ജാക്കറ്റൊക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട്. 20 ഡിഗ്രി ഉണ്ടോ പുറത്ത്. 3 മണിക്ക് അപ്പനുണ്ട്. കയറ്റുമെന്ന് അറിയത്തില്ല. കുറച്ച് 2.5 മണിക്കൂർ. ഡോക്ടറുണ്ടോ? അയ്യോ ഇനി ഞങ്ങൾ കുറച്ച് റെസ്റ്റ്. കൈ കഴുകണ്ടേ? നമ്മളിപ്പോൾ പാരകളിൽ വന്നിരിക്കുക ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചാണ്. പക്ഷെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എന്ത് വാങ്ങണമെന്നൊക്കെ. എന്തൊക്കെ നോക്കിയാലും ഫൈനലി ബിരിയാണി, ചേട്ടാ ബിരിയാണി. അത് ഈ ഫോട്ടോ ഒക്കെ കാണാൻ നല്ല രസമുണ്ട്. വിശക്കുന്നുണ്ടോ? ഫുഡ് കഴിക്കാൻ പോവാണ്. മട്ടൻ കഴിക്കാത്ത കുറച്ച് എന്തും പോകും ഇവിടെ. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ എവിടെ ഉള്ള പാരഗണിലാണ്. പാരഗൺ റെസ്റ്റോറൻ്റാണ്. അവിടുന്ന് ഓൾമോസ്റ്റ് അവിടെ എത്തിയതിന് 3 മണിക്ക് ഇറങ്ങിയിട്ട് 5:30 എത്തിയത്. അവിടുന്ന് ഡെൻ്റൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറില്ല 15 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ വണ്ടിയൊക്കെ കിട്ടി ഇവിടെ എത്തി. ഇപ്പോൾ സമയം 7 മണി 7:15 ഇപ്പോൾ സമയം. ഇവിടെ വന്ന് നല്ല വിശപ്പ്. രാവിലെ മുതലേ ഒന്നും കഴിച്ചിട്ടില്ല ആരും. അപ്പം പിന്നെ വന്ന് സൂപ്പ് വേണോ? വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് കുറേ ബുക്കൊക്കെ തിരിച്ചും മറിച്ചൊക്കെ നോക്കി മെനു. പക്ഷെ അവസാനം ബിരിയാണിയും പൊറോട്ടയും ബീഫ് ഓർഡർ ചെയ്ത്. പിന്നെ മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും പൊറോട്ടയും ബീഫും ഓർഡർ ചെയ്ത്. അങ്ങനെ പിന്നെ എനിക്ക് ടേസ്റ്റ് നാട്ടിലെ വേറെ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് അറിയത്തില്ല. വിശന്നിട്ട് ഒരു രക്ഷയില്ല. ഫുഡ് വന്ന് പൊറോട്ടയും ചിക്കൻ ബിരിയാണി, ഇവിടെ മട്ടൻ ബിരിയാണി, ചെമ്മന്തി, അച്ചാർ, തൈര്, ബീഫ് ഫ്രൈ. ഇനി വിശക്കുന്നു. എനിക്ക് ബ്ലോഗ് തിന്ന് കഴിഞ്ഞിട്ട് കാണാം. ഇനി ഫുഡ് റിവ്യൂ പറയാം. സൗദിയിലുള്ളവർക്ക് ഇവിടെ വന്ന് കഴിക്കാം. ഞാൻ ലൊക്കേഷൻ പറയാം. ഇതാണ് റിവ്യൂ. ഫ്ലാറ്റ് കൂടിയാണോ തണുപ്പ് കൂടിയ? ഇതാണ് റിവ്യൂ ഫുഡിൻ്റെ. എല്ലാം നമ്മൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആക്കി കഴിച്ചു. സോ ബിരിയാണി കഴിച്ച് നല്ലതായിരുന്നു. വലിയ മോശം പറയാനൊന്നുമില്ല. പിന്നെ ഇനി ഉറങ്ങിയാൽ മതി. പക്ഷേ ഇനി നമുക്ക് ഗോൾഡ് സൂക്ക് പോകണം. ഗോൾഡ് സൂക്ക് എനിക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് വലിയ ഐഡിയ ഇല്ല. കാരണം അവിടെ ഭയങ്കര ക്രൗഡഡാണ്. ഇങ്ങനെ ഫോണൊക്കെ ഞാൻ ആൾക്കാർ തട്ടിപ്പറിച്ചൊക്കെ കൊണ്ടുപോകുന്ന സ്ഥലം. അപ്പം ഐ എം നോട്ട് ഷുവർ. പക്ഷേ കാണിക്കാം. ടിൽ ദെൻ ബൈ. നമ്മുടെ ഗോൾഡ് സൂക്കിലാണ്. അവിടെ കണ്ടോ, ഇവിടെ ഗോൾഡ് അങ്ങനെ നിരത്തി വെച്ചേക്കുന്നുണ്ട്. കടലൊക്കെ വെക്കുന്നത് ഇവിടെ. നമ്മൾ ഈ അതൊക്കെ നോർമൽ ജ്വൽസൊക്കെ തൂക്കിയിട്ട പോലൊക്കെ തൂക്കിയിട്ട് വെച്ചു. അവൻ ക്യാമറ പോയി. ഇവിടെ എന്താ ബുക്ക് വെക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. ഭയങ്കര റഷാണ് പുറത്ത്. കമ്മൽ ഇനി അതാണോ നോക്കിയാ? ഇനി ഞങ്ങൾക്ക് ഇവിടെ ഒരു നെസ്റ്റും ഉണ്ട്. അവിടെ കയറാനുണ്ട്. ശരിയാ. എന്തുവാ പുഴിഞ്ഞ മുട്ട കൈ കൊണ്ട് പൊളിച്ചിടുന്നു. ഗ്ലൗസ്
ഇവിടെയൊക്കെ തൂക്കിയിട്ട് എനിക്കിത് തൂക്കിയിട്ടൊന്ന് കാണിക്കണമായിരുന്നോ? ഇവിടെ മാലൊക്കെ തൂക്കിയിട്ടുണ്ടോ? പിടിച്ചാണ്. ഈ ഒരു റോ മൊത്തം ഗോൾഡ് സൂപ്പാണ്. അതുപോലെ ഇതിന്റെ ഇമിറ്റേഷൻ കിട്ടുന്നുണ്ട്. അത് വേറെ ഏതോ ഒരു റോയാ. ഇവിടെയൊക്കെ തൂക്കിയിട്ട് ഈ ഫോൺ കൊണ്ട് നടക്കുന്ന എനിക്ക് പേടിയാണ്. ഇതൊക്കെ നമുക്കൊരു പൈസയാണ്. ഞാൻ എൻ്റെ കാർഡ് കൊടുക്കാം. എൻ്റെ പൈസ നമ്മൾ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് ഇപ്പം തിരിച്ച് വണ്ടി ബുക്ക് ചെയ്യുവാണ് റൂമിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോഴത്തെ കാര്യം കാണുന്നത്. അങ്ങനെ തിരിച്ച് ഹോസ്റ്റലെത്തി. ഇതാട്ടോ ഞങ്ങളുടെ ഹോസ്റ്റൽ. ഇത് ടവേഴ്സ് ആയിട്ടാണ്, ലൈക്ക് ടവർ എ, ടവർ ബി, അങ്ങനെ ടവേഴ്സ് എച്ച് വരെ ഉണ്ട്. അപ്പോൾ അങ്ങനെ തിരിച്ച് റൂമിലെത്തി നല്ലൊരു ഷവറൊക്കെ കഴിഞ്ഞു, സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു, ബാക്ക് ടു സ്ലീപ്പ്. ബിക്കോസ് നാളെ ഡ്യൂട്ടിക്ക് പോകാനുണ്ടായി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ